നാമത്തിനെ മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട കർത്തൃദാസന്മാർ കൂടി വന്നിരിക്കുന്ന ഏവർക്കും വേഗം വരുന്നതിനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലവും ദൈവവചനവുമായി ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം അതിരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചേറിയതാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിനകത്തിനുള്ള ജീവൻ നമ്മുടെ ജീവിതത്തിന്മേൽ വ്യാപരിച്ച് ഹല്ലേലൂയ നമ്മൾ ജീവൻ പകരുവാനിടയാകട്ടെ. ഹല്ലേലൂയ. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം. എസ്ര ഇങ്ങനെ ദൈവാലയത്തിനു മുമ്പിൽ വീണുകിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയൊരു സഭ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, എസ്രാ ശാസ്ത്രി ദൈവസന്നിധിയിൽ വീണ് കിടന്ന് ഹല്ലേലൂയ ജനത്തിൻ്റെ പാപത്തിനു വേണ്ടി ഹല്ലേലൂയ അവരുടെ കുറവുകൾ ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ എസ്ര പ്രാർത്ഥിക്കുകയായിരുന്നു. ഹല്ലേലൂയ ഉപദേശിച്ചപ്പോഴല്ല, പ്രസംഗിച്ചപ്പോഴല്ല, കരഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ വലിയ ഒരു സമൂഹം ഒരു സഭ മൊത്തം ഹല്ലേലൂയ അവൻ്റെ അടുക്കൽ വന്ന് അവരും കരയാൻ തുടങ്ങി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമക്കളെ, ഹല്ലേലൂയ. ഇതാ റിവൈവൽ, ഇതാണ് യഥാർത്ഥ ഉണർവ്. പ്രാർത്ഥനയിലൂടെ, അനുതാപത്തിലൂടെ, ഏറ്റുപറച്ചിലൂടെയാണ് ഉണർവുണ്ടാകുന്നത്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും ഇതാ നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് നാം ദൈവസന്നിധി കരയുമ്പോൾ ഹല്ലേലൂയ പിന്നിൽ മാനസാന്തരപ്പെട്ട അനേകർ കരയുവാൻ കടന്നു വരും. ഹല്ലേലൂയ. അങ്ങനെ ഒരു തലത്തിലേക്ക് ഈ ദിവസങ്ങൾ ദൈവം നമ്മെ നയിക്കട്ടെ. എസ്രായുടെ പുസ്തകം ഹല്ലേലൂയ എസ്ര എഴുതിയതാണെന്നുള്ളത് നമുക്കറിയാം. എസ്ര ഒരു സാധാരണ വ്യക്തി അല്ല. എസ്ര ഒരു ശാസ്ത്രിയായിരുന്നു. അഹരോന്റെ കുടുംബത്തിലെ പുരോഹിതനായിരുന്നു. അദ്ദേഹത്തെപ്പറ്റി പറയുന്നത് പഴയ നിയമ കാനൂനിൽ രൂപപ്പെടുത്തിയ വലിയ സിനഗോഗിൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിരുന്നു എന്നാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ പശ്ചാത്തലമെന്ന് പറയുമ്പോൾ BC 586 ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യെരുശലേം ആക്രമിക്കുകയും ശലോമോൻ പണിത വിശുദ്ധ ദേവാലയം പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു. യഹൂദ ജനത്തിൻ്റെ ഇടയിലുള്ള പ്രമുഖന്മാരെ, ജ്ഞാനികളെ, യൗവനക്കാരെ, ഇവരെ എല്ലാവരും എന്ത് ചെയ്തു? ബാബിലോണിലേക്ക് അടിമകളായി പിടിച്ചു കൊണ്ടുപോയി. 70 വർഷത്തോളം യഹൂദന്മാർ തങ്ങളുടെ ജന്മനാടും ആരാധനാലയവും ഒന്നുമില്ലാതെ അന്യദേശത്ത് പരദേശികളായി പ്രവാസികളായി കഴിയുവാനിടയായി. ഹല്ലേലൂയ. കാലക്രമേണ ബാബിലോണിലെ സാമ്രാജ്യം ദുർബലമായി. BC 539 പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ കോരസ് ബാബിലോൺ കീഴടക്കി. അതോടെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിലൊന്നായി പേർഷ്യ മാറുവാനിടയായി. കോരസ് രാജാവ് മതപരമായ സഹിഷ്ണുതയും മാനുഷിക പരിഗണനയും നൽകിയ ഒരു പുതിയ ഭരണശൈലി കൊണ്ടുവന്നു. ദൈവമക്കളെ, ഈ ഭരണശൈലി കോരസ് കൊണ്ടുവരുവാൻ കാരണം എന്താ? ഹല്ലേലൂയ. അദ്ദേഹത്തെ പറ്റി ഹല്ലേലൂയ ഹല്ലേലൂയ പ്രവചന ദൂത് കിടപ്പുണ്ട്. ആ പ്രവചനം നിവർത്തി ആയതാ. നിവർത്തിയിലെ പൂർത്തീകരണത്തിലേക്കായതാ. ഹല്ലേലൂയ. യഹൂദന്മാരുടെ പ്രവാസം 70 വർഷം നീണ്ടു നിൽക്കുമെന്നും അതിനുശേഷം അവർ മടങ്ങി വരുമെന്നും യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. നമുക്കറിയാം, എസ്രായുടെ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാടിന് നിവർത്തി എന്ന് പറഞ്ഞ അങ്ങനെയാവുന്നുണ്ട്. ഇതൊരു പ്രവചന നിവർത്തിയുടെ പുസ്തകമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 44:28 രേഖപ്പെടുത്തുമ്പം കോരസിന്റെ പേര് പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്നത്. കോരസ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കുന്നവൻ. ഹല്ലേലൂയ. യെരുശലേം ദേവാലയം പണിയും, അതിന് അടിസ്ഥാനമിടും. ഹല്ലേലൂയ. ഇതൊക്കെ ഹല്ലേലൂയ നേരത്തെ എഴുതി വച്ചിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തം, ഒരു ജാതീയ രാജാവിനെ പറ്റിയുള്ള ദൈവിക വാഗ്ദത്തം, അത് ഹല്ലേലൂയ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുക. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു ജാതീയ രാജാവിനെ പറ്റി ഹല്ലേലൂയ ഒരു ജാതീയ രാജാവിൻ്റെ രാജാവിൻ്റെ മനസ്സുണർത്തി ഹല്ലേലൂയ ദൈവജനത്തിന് ഉദ്ധാരണം വരുത്തുവാൻ ദൈവം മുൻ നിർണയിച്ചിരുന്നത്
നിവർത്തി പദത്തിലേക്ക് ഹല്ലേലൂയ ദൈവം കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ വീണ്ടെടുത്ത നമ്മെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളോടുള്ള വാഗ്ദത്തങ്ങൾ കർത്താവ് നിവർത്തിക്കാതിരിക്കുമോ? വർഷങ്ങളായി വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് ഇന്നും പ്രാപിക്കാതെ ഇരിക്കുമ്പോൾ വസനത്തോടുകൂടെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. തിരുവായി കൊണ്ട് ദൈവം അരുളി ചെയ്തിരിക്കുന്നത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കോരശ് അവിടെ പറയുന്ന വാക്കുകളുണ്ട്. സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുക. യഹൂദയിൽ യെരുശലേമിൽ ഒരു ആലയം അവന് പണിയാൻ, യഹൂദയിലെ യെരുശലേമിൽ അവനൊരു ആലയം പണിയാൻ എന്നോട് കൽപ്പിച്ചിരിക്കുക. ജാതീയ രാജാവിന് സ്വർഗത്തിലെ ദൈവമാണ് തന്നെ ആ സ്ഥാനത്താക്കിയതെന്നും എന്തിനു വേണ്ടി തന്നെ ആക്കിയിരിക്കുന്നുവെന്നും നിശ്ചയമുണ്ട്. ഹല്ലേലൂയ. ജാതികൾ ഇന്ന് ദൈവത്തെ ഭയപ്പെടുക ദൈവമക്കളെ. ഹല്ലേലൂയ. അവർക്കറിയാം ഇസ്രായേലിന്റെ ദൈവം സർവശക്തനാണെന്ന്. ഹല്ലേലൂയ. ഇവര് ഹല്ലേലൂയ അവര് മനസ്സിലാക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ദൈവം സർവശക്തനാണെന്നുള്ളത്. എന്നാൽ ദൈവത്തിന്റെ ഹല്ലേലൂയ പരിപാലനം ഹല്ലേലൂയ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് ഹല്ലേലൂയ മടങ്ങിപ്പോവാ. അത് ദൈവത്തിന് ഏറ്റവും വിഷമകരമായ കാര്യമാണ്. പണ്ട് മുതലേ ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവജനത്തോട് ആഹ്വാനിക്കുന്ന ഒരു കാര്യമാണ് മടങ്ങി വരിക. ഹല്ലേലൂയ. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഒരുവൻ ഉണർവ് കൊടുത്താൽ, ഒരുവനെ ഉണർത്തിയാൽ അവനിലൂടെ ഹല്ലേലൂയ പണികൾ നടക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കോരശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തിയപ്പോൾ യഹൂദിയുടെയും ബെന്യാമിന്റെയും പിതൃത്തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവം അവരെല്ലാം ഉണർത്തി. യെരുശലേമിൽ യഹോവയുടെ ആലയം പണിയാൻ പോകേണ്ടതിന് അവരെല്ലാവരും ഈ യാത്ര പുറപ്പെട്ടു. ഹല്ലേലൂയ. 3 ഘട്ടങ്ങളിലായിട്ടാണ് പ്രവാസത്തിൽ നിന്ന് ഹല്ലേലൂയ യെരുശലേമിലേക്ക് ആൾക്കാർ വന്നത്. ഹല്ലേലൂയ. ഒന്നാമത്തെ ഘട്ടത്തിൽ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിലാണ് കടന്നു വന്നത്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഘട്ടത്തിൽ എസ്രായുടെ നേതൃത്വത്തിൽ വന്നു. മൂന്നാമത് നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ എസ്രായുടെ പുസ്തകത്തിൽ 1-2 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ സെരുബ്ബാബേലും യേശുവയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 50,000 പേരോളം BC 537 ഹല്ലേലൂയ ബാബിലോണിൽ നിന്ന് യാത്ര തിരിച്ച് യെരുശലേമിലേക്ക് യാത്ര തിരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു ബാബിലോണിൽ. ഹല്ലേലൂയ പ്രവാസികളായി ഇവർ മാത്രമല്ല അനേകരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആലയം പണിയാൻ ഹല്ലേലൂയ ഇങ്ങനെ ഹല്ലേലൂയ രാജാവ് ഉത്തരവിടുമ്പോൾ ഹല്ലേലൂയ അതിനുവേണ്ടി ഉണർത്തപ്പെടുവാൻ, അതിനുവേണ്ടി ആഗ്രഹത്തോടെ ഉത്സാഹത്തോടെ ഇറങ്ങുവാൻ എല്ലാവരും സഹകരിച്ചില്ല. ഹല്ലേലൂയ. കുറച്ചു പേരെ സഹകരിച്ചുള്ളൂ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി യഥാർത്ഥമായി നിലനിൽക്കുവാൻ എന്നും ഒരു ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ ഇറങ്ങിത്തിരിച്ചു. അവരാവശ്യബോധത്തോടുകൂടെ സമർപ്പണത്തോടുകൂടെ ഹല്ലേലൂയ ദൈവിക പദ്ധതി ഞങ്ങളിലൂടെ നിവർത്തിയാകണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ അവർ ഹല്ലേലൂയ പോകുക. യെരുശലേം ദേവാലയം ഹല്ലേലൂയ നശിപ്പിച്ചപ്പോൾ നെബൂഖദ്നേസർ ഹല്ലേലൂയ കൊണ്ടുപോയ അന്ന് എടുത്തുകൊണ്ടുപോയ ദേവാലയത്തിലെ ഉപകരണങ്ങൾ, വിശുദ്ധ പാത്രങ്ങൾ ഹല്ലേലൂയ ഇതൊക്കെ ഹല്ലേലൂയ കോരശ് എന്ത് ചെയ്തു? അവിടെ നിന്ന് എടുത്ത് ഇവരുടെ കൊടുത്തു. നിങ്ങൾ ഇതും കൊണ്ടുപോക്കോ, ദേവാലയം പണിത് കഴിഞ്ഞാൽ ഇത് അതിനകത്ത് വെച്ചോ. ഹല്ലേലൂയ. അതുപോലെ തന്നെ അവർക്കാവശ്യമായ വെള്ളിയും പൊന്നും ഹല്ലേലൂയ അനേക സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്ന കോരശ്. ദൈവകരങ്ങൾ നീ സമർപ്പിച്ച് ഹല്ലേലൂയ പ്രവർത്തിക്കായി ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്കാവശ്യമായതെല്ലാം ദൈവം തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്കൊന്നിനും ബുദ്ധിമുട്ട് വരികയില്ല. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ അവരെന്ത് ചെയ്തു? കടന്നു വന്നിട്ട് അവരാദ്യം യാഗപീഠം പണിതു. ഹല്ലേലൂയ. ദൈവമക്കളെ അവര് ഹല്ലേലൂയ ദൈവവുമായുള്ള ആരാധനാ ബന്ധം പുതുക്കി ഒന്ന് വന്ന ഹല്ലേലൂയ. ആ വർഷങ്ങളായി അടിമകളായി ഹല്ലേലൂയ പ്രവാസത്തിൽ കഴിഞ്ഞ ജനം മടങ്ങി തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് വന്നപ്പോൾ അവരാദ്യം ചെയ്തത് ഹല്ലേലൂയ അടിസ്ഥാനമിടുവല്ലായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് ദേവാലയത്തിന് അടിസ്ഥാനമിടാതെ അവരെന്ത് ചെയ്തു? ആരാധനയോടുള്ള ബന്ധം പുതുക്കി, യാഗപീഠം പുതുക്കി പണിഞ്ഞു. ദൈവമക്കളെ ആരാധന ഹല്ലേലൂയ നമ്മിൽ നിന്ന് ഉയർന്നേലേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. എവിടെയായിരുന്നാലും ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കുന്നതിൽ നാം പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നിന്നെല്ലാം എന്ത് ചെയ്യണം?
ഒന്ന് പണിതെടുത്ത് ഹാലലുയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങത്തക്കവണ്ണം ഒരുക്കിയെടുത്തെങ്കിൽ മാത്രമേ ഹാലലുയ പണി പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. ഹാലലുയ നമുക്കറിയാം ഏലിയാവ് കർമ്മേലിൻ്റെ മുകളിൽ തീ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ദഹിപ്പിക്കുവാൻ ബാലിൻ്റെ പ്രവാചകന്മാരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾ ചെയ്യ്. ഇല്ല, എൻ്റെ സ്വർഗത്തിലെ ദൈവം അത് ചെയ്തു തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉടനെ ആദ്യം ചെയ്തത് ഇടിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെല്ലാം പുതുക്കിയേച്ച് പിന്നെ അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്ത് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഹാലലുയ്യ ആരാധനയ്ക്ക് മുൻസ്ഥാനം കൊടുക്കണം. ദൈവവുമായുള്ള ബന്ധം ക്രമീകരിക്കണം. ആദി അത് അത്യാവശ്യം. അത് മറന്നു പോകരുത്. അങ്ങനെ അവരെ യാഗപീഠമൊക്കെ പണിതു അടിസ്ഥാനമിടാൻ തുടങ്ങുമ്പം എല്ലാം അങ്ങ് സ്മൂത്തായി പോകുമോ? ഇല്ല, ഇവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു. ഇവർക്ക് വേണ്ടുന്ന അനുമതി കൊടുത്തു. ഇവരെ ഇവിടെ വിട്ടു. എല്ലാം കാര്യം ശരിയാ. ഇവരാരാധനയോടുകൂടാ തുടങ്ങിയത്. ദൈവ സാന്നിധ്യത്തോടുകൂടാ തുടങ്ങുന്നത്. അതുകൊണ്ട് ശത്രു പോരിടുകയില്ല എന്ന് വിചാരിക്കരുത്. ശത്രു എതിരായി വരത്തില്ല എന്ന് വിചാരിക്കരുത്. എല്ലാം സ്മൂത്തായി പോകാമെന്ന് വിചാരിക്കരുത്. ജീവിതത്തിന്മേൽ ആരാധനയും പ്രാർത്ഥനയും ഉണ്ട്. ദൈവത്തെ കണ്ടുമുട്ടി ക്രിസ്തുവിലേക്ക് കടന്നു വന്നു. സത്യമാ. ക്രിസ്തീയ ജീവിതം പട്ടുപത്തക്കകത്തൂടെ പോകുന്നതല്ല, അതിൽ കിടക്കുന്നതല്ല. ഇതിനകത്തൂടെ കടന്നു പോകുമ്പോൾ കഷ്ടതയും രോഗവും ദുഃഖവും പ്രയാസവും ശത്രുവിൻ്റെ വെല്ലുവിളിയും ഒക്കെ ഉണ്ട്. അതിനെ അതിജീവിക്കണം നീ. എന്നാലേ ജയകരമായ ക്രിസ്തീയ ജീവിതം നിനക്ക് ജീവിക്കുവാൻ പറ്റുകയുള്ളൂ. ഇവരെ പണി തുടങ്ങാൻ അങ്ങോട്ട് തുടങ്ങുന്ന ഉടനെ ദൈവിക പദ്ധതി നടപ്പാകാതിരിക്കാൻ പിശാചിന്റെ ലക്ഷ്യമത. അതിനുവേണ്ടി സാത്താൻ തന്ത്രങ്ങളെ ഒരുക്കും. യഹൂദിയുടെയും ബെന്യാമിൻ്റെയും വൈരികളായിരുന്ന കുറച്ചു പേര് യഹൂദന്മാർ അടുത്ത് വന്നിച്ച് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് ചേർന്ന് ഈ പണി നടത്താം. വളരെ സ്നേഹത്തോട് വളരെ സ്വൈര്യമായിട്ട് അവരുടെ അടുക്ക വന്നേച്ച് ആർക്കും ഒരു എതിരഭിപ്രായം പറയാനില്ലാത്ത രീതിയിൽ അവർ കടന്നു വന്ന് ഇവരോട് പറഞ്ഞു, ഞങ്ങളിവിടെ പണിയാം. എന്നാൽ ഇവരുടെ ഉപായം ഇവരിതിനകത്ത് കൂടിയേച്ച് ഇതകത്ത് നിന്ന് ഇതിനെ തകർക്കുവാനായി ഇവരുടെ ശ്രമമെന്നുള്ളത് സെരുബാബേൽ തിരിച്ചറിഞ്ഞു. ഇവരുടെ ഉപായം എന്താണെന്നുള്ളത് സെരുബാബേൽ തിരിച്ചറിഞ്ഞേച്ച് അവർ ആവശ്യത്തെ എന്ത് ചെയ്തു? നിരസിച്ചു. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് വിവേചനം. വിവേചനപരം അത്യാവശ്യമാണ്. നമ്മുടെ അടുത്ത് വരുന്നവരെ ഏതുദ്ദേശത്തോടുകൂടെ വരുന്നു, എന്തുദ്ദേശത്തോടുകൂടെ വന്നിരിക്കുന്നത് എന്നൊക്കെ നാം മനസ്സിലാക്കി ജീവിക്കണം. ഇല്ല എങ്കിൽ തെറ്റിപ്പോവും. പിശാച തന്ത്രങ്ങൾ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിന്മേൽ കൊണ്ടുവരുമ്പോൾ അതിനെ ജയിക്കാൻ നമുക്ക് കൃപ വേണം. ഉപായവും ചതിയും അവൻ്റെ ജീവിതത്തിന്മേലുണ്ട്. നേരിട്ട് വന്ന് നമ്മെ അവന് തോൽപ്പിക്കാൻ പറ്റുകയില്ലാത്തപ്പോൾ അവന് ഉപായമാ പ്രയോഗിക്കുന്നത്. മാതാപിതാക്കന്മാരുടെ അടുത്ത് നമുക്കറിയാം ഉപായത്താൽ അവർ ചതിച്ചത്, അവർ ചതിക്കപ്പെട്ടത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തിനാ ഈ പ്രവാസത്തിലേക്ക് ഇവർ പോകുവാൻ കാരണമാരാ? ഹിസ്കിയ രാജാവ് രോഗം ബാധിച്ച് മരിക്കാറായപ്പോൾ യെശയ്യാ പ്രവാചകൻ ചെന്ന് അവൻ്റെ അടുക്കൽ നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് ഏറ്റുപറഞ്ഞ് സൗഖ്യത്തിനു വേണ്ടി അപേക്ഷിച്ചപ്പോൾ ദൈവം അവന് 15 വർഷം കൊടുത്തു. 15 വർഷം നീട്ടിക്കൊടുത്തപ്പോൾ ഇത് കേട്ടറിഞ്ഞ ബാബേൽ രാജാവ് എഴുത്ത് സമ്മാനമൊക്കെ കൊടുത്തയച്ചു. അതിൽ സന്തോഷിച്ച ഹിസ്കിയാവ് അന്ന് തൻ്റെ ഭണ്ഡാരഗ്രഹവും പൊന്നും വെള്ളിയും സകലതും തൻ്റെ ഭണ്ഡാരഗ്രഹത്തിലുള്ള സകല സാധനങ്ങളും യൗവനക്കാരെ എല്ലാവരെയും കാണിച്ചങ്ങോട്ട് കൊടുത്തു. ഇത് കാണിച്ചു കൊടുത്തപ്പോൾ യെശയ്യാവ് വന്ന് നീ എന്തൊക്കെ അവരെ കൈക്കൊണ്ടത് എന്തിനാ? നീ എന്തിനാ അവരെ കയറ്റി? അവരെ എന്തൊക്കെ കാണിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ടെ ദൈവം അരുളി ചെയ്തു. നീ നിന്റെ ഭണ്ഡാരത്തിലുള്ളതെല്ലാം എന്ത് ചെയ്യും?
അവർ കൊണ്ടുപോകും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഉപായം, ചതി, ഹല്ലേലൂയ, അത് മനസ്സിലാക്കിയില്ല. ഹല്ലേലൂയ. ഹിസ്കിയാവ് ഹല്ലേലൂയ നന്നായി പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു, വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ നടന്നവനായിരുന്നു. ഓ റിബല രഗതര ഹസ്തലാരകൾ ഖൗഡ. അതുകൊണ്ട് പിശാചിന്റെ ഹല്ലേലൂയ തന്ത്രങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചോ? ഇല്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ആരാധിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ, നിന്റെ ഹല്ലേലൂയ നിന്നിലുള്ള ദൈവിക പദ്ധതിയെ തകർക്കുവാൻ, നിന്നിലുള്ള ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ വാഗ്ദത്തത്തെ തകർക്കുവാൻ ശത്രു എന്ത് ചെയ്യും? കെണിയൊരുക്കും, ഉപായമൊരുക്കും. അത് നീ മറന്നു പോകരുത്, അത് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഹല്ലേലൂയ ആപത്ത് വരും. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ നമുക്കറിയാം, ഹല്ലേലൂയ തൻ്റെ ഹിസ്കിയ രാജാവിൻ്റെ കാലത്തിലാണ് തൻ്റെ തലമുറകളുടെ സമയത്ത് ഹല്ലേലൂയ ഇവരെ എന്ത് ചെയ്തു? പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. ദൈവമക്കളെ, നീ ചെയ്യുന്ന നിസാര തെറ്റിന് നിന്റെ തലമുറ കഷ്ടം അനുഭവിക്കേണ്ടി വരും. നിന്റെ തലമുറ ശത്രുവിൻ്റെ അടിമത്തത്തിലാകേണ്ടി വരും. നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ ജീവിച്ചു വരുമ്പോൾ നിന്നിലുണ്ടാകുന്ന നിസ്സാര തെറ്റുകൾ പോലും ഹല്ലേലൂയ അതിൻ്റെ ശിക്ഷ തലമുറകൾ അനുഭവിക്കേണ്ടി വരും. നീ ഒന്നും സമ്പാദിച്ചു വെച്ചില്ലെങ്കിലും ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് ശാപം ഉണ്ടാക്കി വെക്കരുത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മത്തോടുകൂടെ ക്രിസ്തീയ ജീവിതം ജീവിക്കുവാനിടയാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം എത്ര ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരായാലും ആരാധിക്കുന്നവരായാലും നമ്മെ വീഴ്ത്തുവാൻ ഹല്ലേലൂയ ശത്രു കെണിയൊരുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നാം മനസ്സിലാക്കി വേണം മുന്നോട്ട് യാത്ര ചെയ്യുവാൻ. അതിനകത്ത് അഭിഷിക്തനെന്നോ പുരോഹിതനെന്നോ സാധാരണക്കാരെന്നോ ഒന്നും വ്യത്യാസമില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. 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 രാജാവൊന്നും വ്യത്യാസമില്ല. ഹല്ലേലൂയ. എല്ലാവരെയും വീഴ്ത്തുവാൻ പിശാച് കെണിയൊരുക്കും. അത് മനസ്സിലാക്കണം. നമുക്കറിയാം, യോശുവ ശക്തനായ ഒരു നേതാവായിരുന്നു. ദൈവം ഹല്ലേലൂയ യോശുവയോട് പറഞ്ഞത്, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ശക്തമായ നേതൃത്വം വഹിച്ച വ്യക്തിയായിരുന്നു യോശുവ. സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിൽ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ സൂര്യനും ചാന്ദ്രനും നിശ്ചലമായി. അത്രയും ശക്തമായ ദൈവപ്രവർത്തി ചെയ്ത യോശുവയുടെ അടുക്കൽ പോലും പിശാച് ഉപായമായി ചെന്ന് തന്ത്രം കൊണ്ട് എന്ന് ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ കീഴ്പ്പെടുത്തുവാനിടയാക്കി. യോശുവ 9-ാം അധ്യായം 3-ാം വാക്യം നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം, എരിഹോവിനോടും ഹായിയോടും ഒക്കെ ചെയ്തത് ഹല്ലേലൂയ ഗിബെയോൻ നിവാസികൾ കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു ഉപായം പ്രയോഗിച്ചു. ഗിബെയോനോർ ദൂരദേശത്ത് നിന്നുള്ള ഉള്ളവരെന്ന് പറഞ്ഞ് നടിച്ച് പഴയ അപ്പവും പഴകിയ വസ്ത്രങ്ങളും കീറിയ ചെരുപ്പും ഹല്ലേലൂയ ഒക്കെ കാണിച്ചേച്ച് യോശുവയും പ്രമാണിമാരെയും വഞ്ചിച്ചു. അവർ യഹോവയോട് അന്വേഷിക്കാതെ ഉടമ്പടി ചെയ്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ നീ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ദൈവത്തിന് ഹിതമാണോ എന്ന് നീ ആരാഞ്ഞറിയണം. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ പറയുന്നത്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പോലും ഹല്ലേലൂയ നാം ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും ഹല്ലേലൂയ അതിനകത്തും ദൈവഹിതമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആകാത്ത കൂട്ടുകെട്ടുകളിൽ ഇടപെടരുത്. ഹല്ലേലൂയ. ആകാത്തവരുടെ മന്ത്രണങ്ങൾക്ക് നീ കൂട്ടിച്ചേരരുത്. ഉടബല രഗതല ഹസ്തലാരകൾ ഖൗഡാറബാലൗഷ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവയോട് ചോദിക്കാതെ ഹല്ലേലൂയ യഹോവയോട് അന്വേഷിക്കാതെ അവരുമായിട്ട് അങ്ങ് ഉടമ്പടി ചെയ്തു. ദൈവത്തോട് ദൈവസന്നിധിയിൽ സത്യം ചെയ്ത് ഉടമ്പടി ചെയ്തത് നീക്കാൻ പറ്റത്തില്ല. പിന്നെ വരെ നീക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. അവരുടെ ഇടയിൽ വിറക് വിറക്കുന്നവരും ഹല്ലേലൂയ വെള്ളം കോരുന്നവരും ഒക്കെ ആയിട്ട് അവരെ നിർത്തേണ്ടി വന്നു. ദൈവമക്കളെ, വഞ്ചനയിലൂടെ ഉപായത്തിലൂടെ ഒക്കെ ചതിയിലൂടെ ഒക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്മേൽ ഹല്ലേലൂയ നിന്റെ തലമുറകളുടെ ജീവിതത്തിന്മേൽ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ, ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികളെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇല്ലാതാക്കുവാൻ പിശാച് തന്ത്രങ്ങളുമായിട്ട് വരും. ഹല്ലേലൂയ. അത് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. നിന്റെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ പല ദുരുപദേശങ്ങളുമായി ഹല്ലേലൂയ പലരും കടന്നു വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ അതിനെ തിരിച്ചറിയണം. ഹല്ലേലൂയ. കേൾക്കുന്ന ദൈവവചനമൊക്കെ അത് ആര് പറഞ്ഞാലും ദൈവവചനം നിങ്ങളുടെ കരങ്ങളിലുണ്ട്. ആ
വചനം അതുപോലെയാണോ എന്ന് ഹല്ലേലൂയ ഗ്രഹിക്കണം. ഒരാൾ പറയുന്നത് അതുപോലെ വിഴുങ്ങുവാനല്ല. ഹല്ലേലൂയ. ബെരോവയിലെ വിശ്വാസികൾ ചെയ്തതുപോലെ അതങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഹല്ലേലൂയ അത് നീ ജീവിതത്തിൽ കൊണ്ടുവരണം, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം. ഹല്ലേലൂയ. പിശാച് ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ ആദ്യം കൊണ്ടുവന്ന ഹല്ലേലൂയ അവർ വന്നപ്പോൾ അവർ പറഞ്ഞ തന്ത്രം ജയിക്കാതെ വന്നപ്പോൾ സെരുബാബേലിന്റെ മുമ്പിൽ ഹല്ലേലൂയ അവർ തോറ്റങ്ങ് മടങ്ങിപ്പോയൊന്നുമില്ല. ഹല്ലേലൂയ ഒരു പ്രാവശ്യം നിന്നെ വീഴ്ത്തുവാൻ ശ്രമിച്ചേച്ച്, ഒരു പ്രാവശ്യം ഹല്ലേലൂയ നിന്നെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചേച്ച് പറ്റിയില്ലെന്നും പറഞ്ഞ് അവൻ പോയി അങ്ങ് മാറി കയ്യും കെട്ടി ഇരിക്കത്തൊന്നുമില്ല. ഹല്ലേലൂയ അവൻ വീണ്ടും ശ്രമിക്കും. അവൻ വീണ്ടും കടന്നു വന്നു, നിരന്തരം ഭയപ്പെടുത്താൻ തുടങ്ങി, ധൈര്യം ക്ഷയിപ്പിക്കാൻ തുടങ്ങി, പേടിപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ ശത്രുവിൻ്റെ തന്ത്രമാത യുവമക്കളെ ഇതൊക്കെ ഭയവും നിരാശയും ഒക്കെ നിന്റെ യുവത്തിൽ കൊണ്ടിട്ടുകൊണ്ട് നിന്റെ പ്രാർത്ഥനയെ ആ ജീവിതത്തെ തകർക്കുവാൻ, പ്രാർത്ഥനയെ മടുപ്പിക്കുവാൻ, ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ ശത്രു ഹല്ലേലൂയ ശ്രമിക്കും. അത് നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ അവിടെ കൊണ്ടും തീർന്നില്ല. പേർഷ്യൻ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തു, ചാരന്മാരെ നിയമിച്ചു. ഹല്ലേലൂയ അത് കഴിഞ്ഞേച്ച് വ്യാജമായ പരാതി കത്തുകൾ എഴുതി, അന്യായ പത്രമെഴുതി. ഹല്ലേലൂയ യെരൂശലേം പണി നിർത്തിവെക്കുവാൻ കൽപ്പന ഹല്ലേലൂയ പുറപ്പെട്ടു. പിന്നെ 15-ലധികം വർഷം ഏകദേശം ദൈവാലയം പണി അവിടെ നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ ദൈവമക്കളെ തിരിച്ചറിയണം. ഹല്ലേലൂയ കാണുന്നതും കേൾക്കുന്നതും എല്ലാം വിമർശിച്ച് നിന്റെ ജീവിതത്തെ തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കരുത്. ഹല്ലേലൂയ നമ്മിലൂടെ ദൈവം ഒരു പദ്ധതി ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി ഹല്ലേലൂയ അത് നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നാം ജാഗരൂകരായിരുന്നേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ അത് നാം തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ പിശാച് തട്ടിയെടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കല്ലേ. പിശാച് അതിനെ ഹല്ലേലൂയ കാലതാമസം വരുത്തുവാൻ സമ്മതിക്കരുത്. ഹല്ലേലൂയ നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മുടെ അവകാശം അത് നമുക്കുള്ളതാ. ഹല്ലേലൂയ അത് പിശാച് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുവാൻ സമ്മതിക്കരുത്. കാലതാമസം വരുത്തുവാൻ പിശാചിന് സാധിക്കും. ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പ്രാർത്ഥിച്ചേച്ച് ഹല്ലേലൂയ അതിന് ദാനിയേൽ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നമുക്കറിയാം അവൻ്റെ പ്രാർത്ഥനയെ പാർസി പ്രഭു തടഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. ഹല്ലേലൂയ അതുപോലെ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയൊക്കെ നമ്മുടെ പ്രാർത്ഥനകളെ ഹല്ലേലൂയ നമ്മുടെ ആരാധനയൊക്കെ തടസ്സപ്പെടുത്തുവാൻ ഹല്ലേലൂയ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ അത് നാം മനസ്സിലാക്കി, ശത്രുവിൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു വരുവാൻ, അതിനെ ജയിപ്പാൻ ദൈവകരങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന് ബലമുള്ള കൈക്കീഴ് താണിരുന്നേ പറ്റിയുള്ളൂ അതിന്. ഹല്ലേലൂയ ആ ജനത്തെ പിന്നെയും ഹല്ലേലൂയ പ്രവാചകന്മാരൊക്കെ ഉണർത്തി ഹല്ലേലൂയ വീണ്ടും ഹല്ലേലൂയ പണിയാൻ തുടങ്ങി. ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ ആ പണി ഹല്ലേലൂയ തീർക്കുവാനിടയായി. ഹല്ലേലൂയ അവർ ഹല്ലേലൂയ പണിത് തീർത്തു. ഹല്ലേലൂയ അതെല്ലാം കഴിഞ്ഞു. ഹല്ലേലൂയ അതെല്ലാം കഴിഞ്ഞപ്പോൾ സ്വസ്ഥമായി ഹല്ലേലൂയ അവർ ജീവിക്കുക. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ അവർ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച ഹല്ലേലൂയ ആ നന്മ, ആ അനുഗ്രഹം അവർ മറന്നിട്ട് അവർ വീണ്ടും എന്ത് ചെയ്തു പിന്മാറിപ്പോകുന്ന അവസ്ഥ. ദൈവമക്കളെ എല്ലാവരുടെയും ജീവിതത്തിന്മേലുള്ള ഒരു കാര്യമായത്. നന്മയും അനുഗ്രഹവും ദൈവം തന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ പിന്നെ ദൈവത്തെ മറക്കുന്ന ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിന്മേൽ കൊണ്ടുവരും. ഹല്ലേലൂയ അതില്ലാതാക്കണം. ഹല്ലേലൂയ ആദ്യ സംഘം മടങ്ങി വന്നു. അതിനുശേഷം 80 വർഷം ശേഷമാണ് എസ്രയുടെ നേതൃത്വത്തിൽ ഒരു സംഘം കടന്നു വരുക. ഏകദേശം 2000 പേരോളം കടന്നു വന്നു. എന്തിനു വേണ്ടിയാ ഈ എസ്ര കടന്നു വന്നെന്നറിയാമോ? ഈ ജനം ആത്മീകമായും ധാർമ്മികമായും വളരെ പിന്നോക്കം പോയി. അന്യജാതിക്കാരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു, ദൈവകൽപ്പന ലംഘിച്ചു. ഈ സാഹചര്യത്തിൽ ജനത്തെ ഹല്ലേലൂയ ന്യായപ്രമാണവും വചനവും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ആത്മീയമായി ഇവരെ ഒന്ന് ഉണർത്തണം, ഒന്ന് വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ അതിനായിട്ടാണ് എസ്ര വന്നത്. ഹല്ലേലൂയ അന്നത്തെ രാജാവായ അർത്ഥശിഷ്ട രാജാവ് എസ്രായ്ക്ക് പൂർണ്ണ പിന്തുണയൊക്കെ കൊടുത്തു. ഹല്ലേലൂയ സ്വർണ്ണങ്ങളും വെള്ളികളും ഒക്കെ കൊടുത്തു. ഹല്ലേലൂയ സമ്മാനങ്ങൾ ഒത്തിരി കൊടുത്തു. ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ ദേവാലയ അവരുടെ സ്വദേശത്തേക്ക് മടങ്ങി വരുക.
8-ാം അധ്യായമൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം ഹല്ലേലൂയ അനേക കള്ളന്മാർ ശത്രുക്കളും ഒക്കെ ഇവർ വരുന്ന വഴിക്കുണ്ട്. ഹല്ലേലൂയ ഒത്തിരി ഹല്ലേലൂയ ദുർഘടമായ വഴികളാണ്. ഹല്ലേലൂയ എന്നാൽ ഈ വഴികളിലൂടെ വരുമ്പോൾ ഇവർക്ക് സംരക്ഷണത്തിനായിട്ട് ഹല്ലേലൂയ രാജാവിനോട് ഹല്ലേലൂയ സംരക്ഷണത്തിന് കുതിരയെ സൈന്യത്തെ ഒക്കെ ചോദിച്ചാൽ കൊടുക്കും. എന്നാൽ ഹല്ലേലൂയ എസ്ര ഒരു വാക്ക് രാജാവിനോട് പറഞ്ഞു. ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവത്തെ ആരന്വേഷിക്കുന്നോ ആ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം അനുകൂലമായിരിക്കും, അവനെ ഉപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രതികൂലമായിരിക്കും. എന്നിട്ട് ഞങ്ങൾ ദൈവത്തെ പൂർണ്ണമായി അന്വേഷിച്ചാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തു ചെയ്യും? തുണയുണ്ടാകും ദൈവത്തിൻ്റെ. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നീട് ദൈവത്തിൻ്റെ ശക്തിയെ കുറച്ച് കാട്ടാൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് വീണ്ടും ഹല്ലേലൂയ രാജാവിൻ്റെ സൈന്യത്തെ ഒന്നും അവൻ ചോദിച്ചില്ല. ഹല്ലേലൂയ അവൻ എന്ത് ചെയ്തു? അഹവ ആറ്റിൻ്റെ അടുക്ക വന്ന് ജനത്തെ എല്ലാം കൂട്ടി വരുത്തിയേച്ച് ഹല്ലേലൂയ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി തങ്ങളെ തന്നെ ദൈവസന്നിധി താഴ്ത്തി തങ്ങൾക്കും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞു കുട്ടികൾക്കും എല്ലാം ഹല്ലേലൂയ അവരുടെ സമ്പത്തിനുമെല്ലാം ശുഭയാത്രയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്കെതിരായി വരുന്ന ശത്രുവിൻ്റെ പദ്ധതികളെല്ലാം ദൈവം തകർക്കും. പതിയിരിപ്പുകാരെ ദൈവം നീക്കും. ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ കെണിയൊരുക്കും, വഴിയിൽ പതിയിരിക്കും, വീഴ്ത്തുവാൻ ശ്രമിപ്പിക്കും. എന്നാൽ ഹല്ലേലൂയ ദൈവം വീഴ്ച കാണാൻ അനുവദിക്കുന്ന ദൈവമല്ല. ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവമാ. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവരെ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും പതിയിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും എല്ലാം ദൈവം രക്ഷിച്ചു. ദൈവമക്കളെ ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിന്മേൽ അത്യാവശ്യമാണ്. ഹല്ലേലൂയ എന്നാലത് യഥാർത്ഥമായ മാനസാന്തരത്തോടും ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധത്തിലായിരിക്കണം. തിരിയേണ്ടതുപോലെ ദൈവസന്നിധി തിരിഞ്ഞ് ഏൽപ്പിച്ച് കൊടുത്ത് ആയിത്തീരുമ്പോൾ ദൈവം ശത്രുവിൻ്റെ കരത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും. ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് രോഗമായിക്കൊള്ളട്ടെ, ദൈവം അതിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനാ. അങ്ങനെ BC 458 5-ാം മാസം 1-ാം തീയതി യെരുശലേമിൽ അവരും വന്നു. വന്നു കഴിഞ്ഞപ്പോൾ എസ്രാ എന്ത് ചെയ്തു? ജനത്തിൻ്റെ പാപത്തിന് പരസ്യമായിട്ട് അവരെ ശാസിച്ചു. ആദ്യം വന്നവരെ അന്യജാതിക്കാരായ ജനങ്ങളുമായിട്ട് അങ്ങ് വിവാഹം ബന്ധത്തിൽ ഏർപ്പെട്ടു. ദൈവകൽപ്പനയുണ്ട്, മോശയുടെ കൽപ്പന അവർക്ക് കൊടുത്തിരിക്കുന്നതാ. ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുതെന്നും യാതൊരു വിഗ്രഹത്തെയും സേവിക്കരുതെന്നും ഒക്കെ ജാതികളുമായിട്ട് ഇടകലരരുതെന്നുള്ളത് പറഞ്ഞിരിക്കുന്നതാ. എന്നാൽ ഇവരതെല്ലാം അങ്ങ് വിട്ടു. ഇവരെന്ത് ചെയ്തു? അന്യജാതിക്കാരിൽ നിന്ന് വിവാഹം കഴിച്ച് അവരുടെ ദേവന്മാരെ സേവിപ്പാൻ തുടങ്ങി. ദൈവമക്കളെ ഇതിനകത്ത് അവിടെ ദൈവാത്മാവ് എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. പുരോഹിതന്മാരും ലേവ്യരും പ്രഭുക്കന്മാരും ഈ അകൃത്യത്തിൽ ഒന്നാമതായിരുന്നു. ഹല്ലേലൂയ മാതൃകയാകേണ്ടവർ ആദ്യം തെറ്റിപ്പോയി, അകൃത്യത്തിലായി. ഹല്ലേലൂയ ഇത് കേട്ട എസ്ര എന്തോ ചെയ്തതെന്നറിയാമോ? വസ്ത്രം കീറി തലയിലെയും താടിയിലെയും എല്ലാം രോമം അങ്ങോട്ട് വലിച്ച് പറിച്ചേച്ച് സ്തംഭിച്ചു കുത്തിയിരുന്നു. സന്ധ്യായാഗം വരെ സ്തംഭിച്ചു കുത്തിയിരുന്നു. ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവസന്നിധി സമർപ്പിച്ചു. കർത്താവേ എന്നുവെച്ചാൽ എസ്രാ പറയുന്ന കാര്യമുണ്ട്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുമ്പിലോട്ട് നോക്കുവാൻ ദൈവമേ മുന്നോ ദൈവത്തിൻ്റെ കൈ അനുകൂലമായി തീരേണ്ടതിന് എസ്രാ നിലവിളിക്കുക. എസ്രാ പറയുക അവിടെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മുട്ട് കുത്തിയേച്ച് കൈകളെ ദൈവത്തിങ്കിലേക്ക് മലർത്തിയേച്ച് എസ്രാ ദൈവത്തോട് പറയുക, എൻ്റെ ദൈവമേ നിങ്കിലേക്ക് എൻ്റെ മുഖമുയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുക, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ പെരുകിയിരിക്കുക. ഹല്ലേലൂയ ദൈവമക്കളെ ഇന്നും ആത്മീയരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർ പോലും കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ വേദനാജനകമാ. ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ
ക്രിസ്തീയ ഹല്ലേലൂയ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങളെ തകർക്കുവാൻ ഹല്ലേലൂയ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. സ്ഥാനത്തിന് വേണ്ടി, മാനത്തിന് വേണ്ടി ഹല്ലേലൂയ അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആ ദ്രവ്യാഗ്രഹത്തോടെ ഒക്കെയാ മനുഷ്യൻ ഇതിനു വേണ്ടി മുമ്പിൽ നിന്ന് ഹല്ലേലൂയ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഹല്ലേലൂയ പ്രവർത്തിച്ചേച്ച് ഹല്ലേലൂയ പിൻപിൽ സംഭവിക്കുന്നത് ഹല്ലേലൂയ എന്തൊക്കെയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ എസ്രാ പറഞ്ഞതുപോലെ കർത്താവേ ഹല്ലേലൂയ എൻ്റെ മുഖമുയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നത് പോലെ ഇന്നത്തെ ഹല്ലേലൂയ ക്രൈസ്തവ ഗോളങ്ങളൊക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ അവരുടെ നടപ്പുകളൊക്കെ, അവരുടെ ജീവിത ശൈലികളൊക്കെ, അവരുടെ പെരുമാറ്റങ്ങളൊക്കെ ഹല്ലേലൂയ അവരുടേതായ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഹല്ലേലൂയ ലജ്ജിച്ച് പോകത്തക്കവണ്ണം ഉള്ളതായി തീർന്നുകൊണ്ടിരിക്കുക. ദൈവമക്കളെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ എസ്രായെ പോലെ ഹല്ലേലൂയ ഒന്ന് എഴുന്നേൽക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ ദൈവസേവനം താഴ് വീട് കര ഹല്ലേലൂയ വിമർശിക്കുവാനല്ല, ഹല്ലേലൂയ പലതും വായിച്ചും കേട്ടും രസിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കൈമാറുവാനുള്ളതല്ല. ഹല്ലേലൂയ അതിൻ്റെ നടുവിൽ ദൈവമേ ഹല്ലേലൂയ മനസ്സലിയണമേ എന്ന് നിലവിളിക്കുവാൻ ചില എസ്രാമാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ പലതും കണ്ടേച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം ദുഃഖിച്ചിരിക്കുന്ന സമയങ്ങളാണ്. ഹല്ലേലൂയ ദൈവം ചിലരുടെയൊക്കെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. ദാസ്യസ്ഥിതിയിൽ നിന്ന് മാറ്റി ജീവശക്തി നൽകി ഒരു ശേഷിപ്പിനെ ദൈവം എന്ത് ചെയ്യും? ഹല്ലേലൂയ എന്നും നിലനിർത്തും. ദൈവമക്കളെ യഥാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് കടന്നു വരുന്ന ഒരു ശേഷിപ്പ് എന്നും ഉണ്ടാകും. ഹല്ലേലൂയ അതുകൊണ്ട് കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ അതിനുവേണ്ടി സമർപ്പിക്കണം. ഹല്ലേലൂയ 10 കന്യകമാരുടെ കഥ നമുക്കറിയാം. 10 കന്യകമാരും വിളക്കിൽ എണ്ണയുമായിട്ടൊക്കെയാണ് പോയത്. പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഹല്ലേലൂയ ജീവിക്കുകയും ഒക്കെ ചെയ്തവരാ. ഹല്ലേലൂയ എന്നാൽ മണവാളം വന്നപ്പോൾ തെളിയിക്കാൻ നോക്കിയേച്ച് തെളിഞ്ഞില്ല. ഹല്ലേലൂയ എണ്ണയില്ലാതായിപ്പോയി. ഹല്ലേലൂയ ബുദ്ധിയുള്ളവരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു, ബുദ്ധിയില്ലാത്തവരുടെ വിളക്കിൽ എണ്ണയില്ലാതായിപ്പോയി. കഥയൊക്കെ നമുക്കറിയാം. ദൈവമക്കളെ പലരുടെയും എണ്ണ തീർന്നുകൊണ്ടിരിക്കുക, പലരുടെയും വിളക്ക് കത്തി ഹല്ലേലൂയ മങ്ങിക്കൊണ്ടിരിക്കുക, ഹല്ലേലൂയ കരിന്തിരിയെരിഞ്ഞുകൊണ്ടിരിക്കുക. പലരും അത് അറിയുന്നില്ല. ഹല്ലേലൂയ കാത്തിരിക്കുക. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പാ ഹല്ലേലൂയ എൻ്റെ കർത്താവിൻ്റെ വരവിങ്കൽ ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വസ്തയോടുകൂടെ നിൽക്കുവാനുള്ള കൃപ തരണം. അതിനുവേണ്ടി ദിവസം നീ കരയണം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വരവെടുക്കാറായിരിക്കുക. ഇതെല്ലാം അതിൻ്റെ ലക്ഷണങ്ങളാണ്. സ്വസ്നേഹികളാകുന്നതും ഹല്ലേലൂയ ഹല്ലേലൂയ ദ്രവ്യാഗ്രഹികളാകുന്നതും ഹല്ലേലൂയ എല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. എല്ലാ ലക്ഷണങ്ങളും കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ കരഞ്ഞു പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ പാപങ്ങളെ ഏറ്റുപറയുവാൻ, ജനത്തിൻ്റെ പാപത്തെ ഏറ്റുപറയുവാൻ ഹല്ലേലൂയ ചില എസ്രാമാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ ദേശം നശിക്കാതിരിക്കുവാൻ തക്കവണ്ണം, ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ ചില ഹല്ലേലൂയ ഗ്രൂപ്പുകളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ നശിച്ചുകൊണ്ടിരിക്കുന്ന ഇടം കയ്യേത് വലം കയ്യേതെന്ന് അറിയാൻ വരാത്ത അനേകർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ഹല്ലേലൂയ 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 അത് കണ്ടില്ലെന്ന് നടിച്ച് ഹല്ലേലൂയ മുന്നോട്ട് പോകരുത്. ദൈവമക്കളെ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാനുള്ള കൃപ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ എസ്രാ എന്ത് ചെയ്യുക? ദേവാലയത്തിന് മുമ്പിൽ കവിണ്ണ് വീഴുക. ഹല്ലേലൂയ കവിണ്ണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക, ഏറ്റുപറയുക. ഹല്ലേലൂയ അത് കണ്ടപ്പോൾ ഹല്ലേലൂയ ആദ്യം ഉപദേശിച്ചു, വചനം പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു, എല്ലാം ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ആ ദേവാലയത്തിന് മുമ്പിൽ വന്ന് കമണ്ണ് വീണ് കിടക്കുക. ഓ റിബലരഗതല ഹസ്തലാരകൾ ഖൗഡാറവാലവ റിബലാരഗതന്തലേരകൾ ഖൗഡാറവാലവൗഷ. ഉപദേശവും പ്രാർത്ഥനയും ഹല്ലേലൂയ ഉപദേശവും ഹല്ലേലൂയ പ്രസംഗവും ഒക്കെ വേണം. ഹല്ലേലൂയ അതെല്ലാം കൊടുത്തിട്ടും ഹല്ലേലൂയ മാനസാന്തരത്തിലേക്ക് വരാത്ത ജനത്തിന് വേണ്ടി ഹല്ലേലൂയ കമണ്ണ് വീണ് തന്നെത്താൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി കമണ്ണ് വീണ് ദൈവസന്നിധിയിൽ കരയുക.
ഹല്ലേലൂയ. അങ്ങനെ കടന്ന് കരയുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ഉപദേശം കേട്ടവരുടെയൊക്കെ ഉള്ളില് മനസാന്തരം ഉളവാകുവാനിടയായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവർ ഒരു പ്രവാചകന്മാരും വന്ന് തലയെ കൈവച്ചല്ല, ഹല്ലേലൂയ, ആരും തലക്കിട്ട് കുലുക്കിയിട്ടൊന്നും അല്ല. ഹല്ലേലൂയ വചനം പറഞ്ഞു കൊടുത്തു, പഠിച്ചു, ഹല്ലേലൂയ പഠിപ്പിച്ചു, ഹല്ലേലൂയ വന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ അവരെ മാനസാന്തരത്തിൽ കൊണ്ടുവരാൻ കൈ പിടിച്ച് വലിച്ചു കൊണ്ടൊന്നും അല്ല എസ്രാ വന്നത്. ഹല്ലേലൂയ എസ്രാ വന്ന് കരയുവാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ ബഹുജനം, വലിയൊരു സമൂഹം, വലിയൊരു സഭ പിൻപിൽ ഹല്ലേലൂയ വന്ന് ഹല്ലേലൂയ അവരും കരയാൻ തുടങ്ങി. ഹല്ലേലൂയ ദൈവമക്കളെ, ഈ ഉണർവാവശ്യം സാഹചര്യങ്ങൾ ഏതായിരുന്നാലും ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കരയുവാൻ ഇടയാകണം. ഹല്ലേലൂയ നാം കരഞ്ഞാൽ യഥാർത്ഥമായി ദൈവസന്നിധിയിൽ നാം കരഞ്ഞാൽ വലിയൊരു ഉണർവ് നടക്കും. ഹല്ലേലൂയ ഈ ദിവസങ്ങൾ അതിനു വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി നടക്കുമെന്ന് ഹല്ലേലൂയ അതിനു വേണ്ടി വില കൊടുത്തിരുന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവീക ഉണർവ് നടക്കും. നമുക്കറിയാം 2023 ഫെബ്രുവരി 8 ആസ്ബറി യൂണിവേഴ്സിറ്റിയിലെ ഹല്ലേലൂയ പദവി ചാപ്പൽ ശുശ്രൂഷയെല്ലാം അവസാനിച്ചിട്ടും കുറച്ച് വിദ്യാർത്ഥികൾ പ്രാർത്ഥനയും ആരാധനയുമായിട്ടൊക്കെ അവിടെ കരഞ്ഞിരുന്നു. ആരാധനയും പ്രാർത്ഥനയും മാനസാന്തരവും സാക്ഷിയൊക്കെ തുടർമാനമായിട്ട് നടന്നുകൊണ്ടിരുന്നു. 16 ദിവസം ആ ഉണർവ് നീണ്ടു നിന്നു. ദൈവമക്കളെ, ഇന്നും ഉണർവ് നിന്നു പോയിട്ടില്ല. ഇന്ന് ഉണരും ജനം. ഹല്ലേലൂയ അതിനായിട്ട് നമ്മൾ ഒരുങ്ങണം. കർത്താവേ, എന്നിൽ നിന്ന് ആ ഉണർവ് ആരംഭിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ എവിടെ പാപത്തെ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തോട് ക്രിസ്തുവിനെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരാധിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്നുവോ, അവരുടെ നടുവിലേക്ക് ഉണർവ് വരും. ഹല്ലേലൂയ അതിന് പ്രത്യേക വ്യക്തിയെ കൊണ്ടുവന്ന് ഉണർവ് വരുത്തേണ്ട ആവശ്യകതയില്ല. യഥാർത്ഥമായ ഒരു പശ്ചാത്താപം നിന്റെ ഹൃദയത്തിൽ വന്ന് ഹല്ലേലൂയ യഥാർത്ഥമായ ദൈവിക ബന്ധം ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ നീ ഉണരും. നീ ഉണർന്നാൽ നിന്റെ ചുറ്റുമുള്ളവർ ഉണരും. ഹല്ലേലൂയ അങ്ങനെ വലിയൊരു ഉണർവ് ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. അതിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, എന്നെ ഉണർത്തണം, എൻ്റെ കുടുംബത്തെ, എൻ്റെ സഭയെ, എൻ്റെ ദേശത്തെ ഉണർത്തുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ വിശുദ്ധിയോടുകൂടെ ഹല്ലേലൂയ നിലനിൽക്കുവാൻ, വിശുദ്ധിയിൽ ജീവിപ്പാൻ, ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം എനിക്ക് കൃപ തരണമേ എന്ന് ഹല്ലേലൂയ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അതിനായി ഒരുങ്ങാം. ഇത്രത്തോളം സമയം അനുഭവിച്ചു തന്ന ദൈവദാസനോട് ഹല്ലേലൂയ കേട്ടുകൊണ്ടിരുന്ന ജനത്തോടെല്ലാം ഹല്ലേലൂയ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറനാഥ.